The U.S. is sending 3 warships to the waters of Venezuela. Well, the U.S. is deploying destroyers and thousands of Marines towards Venezuela as President Trump... 4000-ലധികം വരുന്ന US മറൈൻസിനെയും വഹിച്ചുകൊണ്ടുള്ള അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ, അന്തർവാഹിനികൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനിസ്വേലയോട് ചേർന്ന് ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുകയാണ്. എന്താണ്, വെനിസ്വേലയുമായി ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണോ ട്രംപ് ഭരണകൂടം? ലോകമാധ്യമങ്ങൾ മുഴുവൻ ഇത്തരത്തിൽ ചർച്ച ചെയ്യുന്ന ഈ വിഷയം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു മേജർ ജിയോപൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് തന്നെയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശമനുസരിച്ച് പെന്റഗൺ ഓർഡർ ഇട്ടതോടെ അമേരിക്കൻ ആംഫിബിയസ് യുദ്ധക്കപ്പലുകളുടെ ഒരു ഫ്ലീറ്റ് ഇപ്പോൾ വെനിസ്വേലയെ വളഞ്ഞിരിക്കുകയാണ്. ട്രംപ് ഒരു ഗ്രീൻ സിഗ്നൽ കൊടുത്താൽ നിങ്ങൾ ഇനി കാണാൻ പോകുക മയക്കുമരുന്ന് സംഘങ്ങളെ പിടികൂടുവാൻ എന്ന പേരിൽ വെനിസ്വേലയിൽ ഒരു ഭരണ അട്ടിമറിക്കുള്ള ഓപ്പറേഷൻസ് US ആരംഭിക്കുന്നതായിരിക്കും. US എന്താണ് ഇത്തരത്തിൽ ലോകത്തിലെ സുപ്രധാന ഓയിൽ പ്രൊഡ്യൂസിംഗ് രാജ്യങ്ങളെ ഒന്നൊന്നായി ടാർഗറ്റ് ചെയ്യുകയാണോ? പെട്ടെന്ന് എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? US എന്തിനാണ് ഇപ്പോൾ വെനിസ്വേലയിൽ ഒരു ഭരണ അട്ടിമറിക്ക് വേണ്ടി ശ്രമിക്കുന്നത്? ഇവിടെ ഉയർന്നു വരുന്ന റഷ്യൻ ചൈനീസ് ആംഗിൾ എന്താണ്? ഓയിൽ പ്രൊഡ്യൂസിംഗ് രാജ്യങ്ങളുടെ സംഘടനയായ ഒപെക് രാജ്യങ്ങളിൽ പെടുന്ന വെനിസ്വേലയെ ആക്രമിക്കുന്നതോടെ ആഗോള എണ്ണ വിപണിയിൽ എന്തു മാറ്റമാവും സംഭവിക്കാൻ പോകുക? മാത്രമല്ല, ഇതെല്ലാം നമ്മുടെ ഭാരതത്തെ എത്തരത്തിലാകും ബാധിക്കുന്നത്? നമുക്ക് ചർച്ച ചെയ്യാം. വെൽക്കം ടു വേൾഡ് സ്റ്റഡീസ്. നിക്കോളാസ് മദുറോ, ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നവർക്ക് US ഗവൺമെന്റ് പ്രതിഫലമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് $15 മില്യൺ ആണ്. അതായത് ഇന്ത്യൻ റുപ്പിയിൽ പറയുകയാണെങ്കിൽ ഏകദേശം 440 കോടി രൂപയോളം. പല ചെറു രാജ്യങ്ങളുടെയും ആനുവൽ ഡിഫൻസ് ബഡ്ജറ്റിനേക്കാൾ അധികം വരും ഈ തുക. എന്നാലും ആരാണ് ഈ വ്യക്തി? എന്തിനാണ് US ഇത്രയധികം പണം ഇദ്ദേഹത്തെ പിടികൂടുന്നവർക്ക് നൽകുമെന്ന് പറയുന്നത്? ഇദ്ദേഹമാണ് വെനിസ്വേലയൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോ മോറോസ്. എന്നാൽ US ഇദ്ദേഹത്തെ ഒരു പ്രസിഡന്റായി കണക്കാക്കുന്നില്ല. രാജ്യത്ത് തെറ്റായ രീതിയിൽ ഇലക്ഷൻ നടത്തുന്നു എന്ന കാരണത്താൽ ഇദ്ദേഹത്തെ ഒരിക്കലും വെനിസ്വേലയുടെ പ്രസിഡന്റായി അംഗീകരിക്കാനാവില്ല എന്നതാണ് USA പക്ഷം. ഇതിനകം തന്നെ നിരവധി അസാസിനേഷൻ അറ്റംപ്റ്റുകളെ അതിജീവിച്ച അദ്ദേഹത്തെ പിടികൂടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. മുൻപൊരിക്കൽ ഡ്രോൺ ഉപയോഗിച്ച് അതിൽ C4 എക്സ്പ്ലോസീവ് ഒക്കെ ഘടിപ്പിച്ച് ഇദ്ദേഹത്തെ വധിക്കുവാൻ ശ്രമിച്ചതിന്റെ ദൃശ്യങ്ങളാണ് ഇക്കാണുന്നത്. ഇതിൽ നിരവധി വെനിസ്വേലയൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടുവെങ്കിലും ഇദ്ദേഹം അതിൽ നിന്നൊക്കെ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ വെനിസ്വേല എന്ന രാജ്യം വലിയൊരു യുദ്ധത്തോട് ഏറ്റവും അടുത്തു നിൽക്കുകയാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ഇദ്ദേഹം രാജ്യത്തെ 4.5 മില്യൺ ജനങ്ങളോട്, അതായത് ഏകദേശം 45 ലക്ഷത്തോളം വരുന്ന ആളുകളോട് ഉടൻ തന്നെ ഒരു യുദ്ധത്തിന് തയ്യാറാകുവാൻ പറഞ്ഞിരിക്കുകയാണ്. ഇതിൽ പട്ടാളക്കാരും യുദ്ധാടിസ്ഥാനത്തിൽ ടെമ്പററി ബേസിസിൽ റിക്രൂട്ട് ചെയ്യുന്ന സാധാരണ ജനങ്ങളും ഉൾപ്പെടും. ഈ ഒരു സേനയെ ഉപയോഗിച്ച് വെനിസ്വേലയോട് ചേർന്ന് കരീബിയൻ കടലിടുക്കിൽ തമ്പടിച്ചിരിക്കുന്ന US പട്ടാളക്കാരെ ചെറുത്തു തോൽപ്പിക്കാമെന്നും അവരെ പുഷ് ബാക്ക് ചെയ്യാമെന്നും, മാത്രമല്ല വെനിസ്വേലയൻ മണ്ണിൽ വന്ന് നിക്കോളാസ് മദുറോയെ അറസ്റ്റ് ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ട്രംപിന് മനസ്സിലാക്കി കൊടുക്കാമെന്നും ഇദ്ദേഹം ചിന്തിക്കുന്നു. എന്നാൽ പെട്ടെന്ന് എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇസ്രായേൽ ഇറാൻ വിഷയങ്ങളിൽ അവസാന തീർപ്പ് കൽപ്പിക്കാൻ അമേരിക്ക തയ്യാറെടുപ്പുകൾ നടത്തുന്ന പശ്ചാത്തലത്തിൽ ഏവരും മിഡിൽ ഈസ്റ്റിലേക്ക് കാതുകൂർപ്പിച്ചിരിക്കുന്ന ഈ സമയത്ത് പെട്ടെന്നാണ് ലാറ്റിൻ അമേരിക്കയിൽ നിന്നും ഇത്തരത്തിലൊരു വാർത്ത വരുന്നത്. അമേരിക്ക ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുവാനും ഉടൻ തന്നെ തങ്ങളുടെ മിലിറ്ററിയെ അങ്ങോട്ട് ഡിപ്ലോയ് ചെയ്യുവാനും എന്തായിരുന്നു കാരണം? ഇതിന്റെ പിന്നിലെ കാരണങ്ങളെ അന്വേഷിച്ചു പോകുമ്പോൾ നമുക്കല്പം പിന്നോട്ട് നോക്കിയാൽ കാണാം, ആക്ച്വലി 2017 മുതലേ ഡൊണാൾഡ് ട്രംപ് വെനിസ്വേലയ്ക്ക് പിന്നാലെയായിരുന്നു. നമുക്കറിയാം 2017 മുതൽ 2021 വരെ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇദ്ദേഹം നിക്കോളാസ് മദുറോക്കെതിരെ നിരവധി നടപടികൾ എടുത്തിരുന്നു. എന്തിനേറെ നിക്കോളാസ് മദുറോയുടെ സർക്കാരിനെ ഒരു കാരണവശാലും US അംഗീകരിക്കില്ല എന്നും ട്രംപ് അന്ന് പറഞ്ഞിരുന്നു. ട്രംപ് ഇപ്പോൾ തന്റെ സെക്കൻഡ് ടൈമിൽ തിരിച്ചു വന്നിരിക്കുകയാണ്. തങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരായി നിൽക്കുന്ന നിക്കോളാസ് മദുറോയെ അറസ്റ്റ് ചെയ്യുവാനും അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത് വെനിസ്വേലയിൽ ഒരു പ്രോ US ഗവൺമെന്റിനെ സ്ഥാപിക്കുവാനും വേണ്ടിയാണ് ട്രംപ് ഇവിടെ ശ്രമിക്കുന്നത്. എന്നാൽ ഇതൊക്കെ സംഭവിക്കാൻ പോകുക വെനിസ്വേലയിൽ US നടത്താൻ പോകുന്ന ഒരു ഡ്രഗ്സ് വേട്ടയുടെ പശ്ചാത്തലത്തിലായിരിക്കും. നമുക്കിവിടെ കാണാം US മീഡിയാസ് പറയുന്നത് ട്രംപ് ഗവൺമെന്റ് ഡ്രഗ്സിനെതിരാണ്. വെനിസ്വേലയിൽ നിരവധി ഡ്രഗ് കാർട്ടൽസ് ഉണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ വലിയ ഡ്രഗ് ലോഡ്സ് അതിനെയെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നു. ഇത്തരത്തിൽ വെനിസ്വേലയിൽ നിന്നും രാജ്യത്തിന് വെളിയിലേക്ക് ഒഴുകുന്ന ഡ്രഗ്സ് പ്രധാനമായും അമേരിക്കയിലാണ് എത്തുന്നത്. അതിവിടുത്തെ ജനങ്ങളെ അതിന് അടിമയാക്കുകയും വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നിന്റെ ഉപയോഗം മൂലം രാജ്യത്തിന്റെ ഭാവിയെ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. എന്നാൽ പല നോൺ വെസ്റ്റേൺ ജിയോ പൊളിറ്റിക്കൽ അനലിസ്റ്റുകളുടെയും അഭിപ്രായ പ്രകാരം ഇത്തരത്തിൽ US നടത്തുന്ന നീക്കങ്ങളുടെ പിന്നിലുള്ള പ്രധാന കാരണം നിക്കോളാസ് മദുറോ ചൈനയോടും റഷ്യയോടും കൂടുതൽ അടുക്കുവാൻ തുടങ്ങി എന്നതാണ്. ഇവിടെ US വിദേശകാര്യമന്ത്രി മാർക്കോ റൂബിയോയുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ റഷ്യയുടെയും ചൈനയുടെയും മിലിറ്ററി ഇതിനകം തന്നെ രഹസ്യമായി വെനിസ്വേലയ്ക്കുള്ളിൽ കടന്നുകൂടിയിട്ടുണ്ട്. മാത്രമല്ല ഇറാൻ അതെവിടെ നിന്ന് വന്നെന്നറിയില്ല വെനിസ്വേലയ്ക്കുള്ളിൽ ഒരു ഡ്രോൺ ഫാക്ടറി നിർമ്മിക്കുവാൻ പോകുകയാണ്. കൂടാതെ ഹിസ്ബുള്ളയുടെയും ചില ഓപ്പറേറ്റീവ്സിനെ വെനിസ്വേല സപ്പോർട്ട് ചെയ്യുന്നു. അവിടെ നടക്കുന്ന ഇലക്ഷൻസും ശരിയല്ല. ചുരുക്കി പറഞ്ഞാൽ വെനിസ്വേലയിൽ ഒന്നും തന്നെ ശരിയല്ല എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. എന്തൊക്കെയായാലും വെനിസ്വേല ഇപ്പോൾ ഒരു കോൺഫ്ലിക്റ്റിനോട് ഏറ്റവും അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് നിക്കോളാസ് മദുറോയെ സഹായിക്കുവാൻ വ്ളാഡിമിർ പുടിൻ റഷ്യൻ പട്ടാളക്കാരെ രഹസ്യമായി
വെനിസ്വേലയിലേക്ക് അയക്കുന്നുണ്ട്. നമുക്കിവിടെ കാണാം ഏകദേശം 6 വർഷം മുമ്പുള്ള ഗാർഡിയൻസിന്റെ ഒരു റിപ്പോർട്ടാണ്. ഇതിൽ പ്രകാരം റഷ്യ വെനിസ്വേലയിൽ സീക്രട്ട് മിലിറ്ററി ബേസസുകൾ നിർമ്മിക്കുന്നു. ഇതിന്റെ ലൊക്കേഷൻ എന്നത് അങ്ങേയറ്റം രഹസ്യമായ കാര്യമാണ്. ഇപ്പോൾ റഷ്യൻ പട്ടാളക്കാർ വെനിസ്വേലയിൽ ഉണ്ട് എന്നത് ഒരു പരിധിവരെ ശരിയാണ്. കൂടാതെ ചില റിപ്പോർട്ടുകൾ ക്ലെയിം ചെയ്യുന്നതനുസരിച്ച് US നേവിയെ ആവശ്യം വന്നാൽ ആക്രമിക്കുവാൻ വിധത്തിൽ ചില മിസൈലുകളും ഇവർ അവിടെ ഡിപ്ലോയ് ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നാൽ എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞാലും US നേവി ഇക്കാര്യത്തിൽ ഇവിടെ അതിനേക്കാളും ഒക്കെ ഫാർ സുപ്പീരിയർ ആണ്. ഇവർക്ക് വേണമെങ്കിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വെനിസ്വേലയെ ആക്രമിച്ച് കീഴടക്കുവാൻ സാധിക്കും. അഥവാ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ വലിയൊരു ഇമ്പാക്ട് നമ്മുടെ ഭാരതത്തെയും ബാധിക്കും. നമുക്കറിയാം വെനിസ്വേല ഒരു വലിയ ഓയിൽ എക്സ്പോർട്ടിംഗ് കൺട്രിയാണ്. ഇന്ത്യയും വെനിസ്വേലയിൽ നിന്ന് ഓയിൽ ഇമ്പോർട്ട് ചെയ്യാറുണ്ട്. ഭാരതത്തിൽ നമ്മുടെ റിലയൻസ് എന്ന കമ്പനിയും വർഷങ്ങളായി വെനിസ്വേലയിൽ നിന്നും ഓയിൽ പർച്ചേസ് ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ ഒരിടയ്ക്ക് റിലയൻസ് വെനിസ്വേലയിൽ നിന്നും ഓയിൽ വാങ്ങുന്നത് നിർത്തിവെച്ചു എന്ന റിപ്പോർട്ടുകളും പലയിടത്തും ഇത്തരത്തിൽ കാണുവാൻ സാധിക്കുമായിരുന്നു. ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ US പതിയെ ഇന്ത്യക്ക് മുമ്പിലുള്ള ഓയിൽ ഇമ്പോർട്ടിംഗ് ഓപ്ഷൻസിനെ ഇല്ലാതാക്കുകയാണ്. നമുക്കറിയാം ഇറാനിൽ നിന്നും ഇന്ത്യ ഇപ്പോൾ എണ്ണ വാങ്ങിക്കുന്നില്ല. 2019 തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇറാനിൽ നിന്നും രാജ്യങ്ങളെ എണ്ണ വാങ്ങിക്കുന്നതിന് അമേരിക്ക വിലക്കി. റഷ്യയിൽ നിന്നും ഇപ്പോൾ എണ്ണ വാങ്ങിക്കുന്നതിനും അമേരിക്ക എതിരാണ്. അതുമൂലം യുക്രൈൻ റഷ്യ വാറിനെ ഇന്ത്യ സ്പോൺസർ ചെയ്യുന്നു എന്നാണ് ഇവർ പറയുന്നത്. അവസാനം ഇപ്പോൾ വെനിസ്വേലയിൽ മയക്കുമരുന്നിനെ ഇല്ലാതാക്കുന്നതിന്റെ പേരിൽ US വലിയൊരു ഓപ്പറേഷൻ നടത്താൻ പോകുകയാണ്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വലിയ ഡെവലപ്മെന്റുകൾ അവിടെ ഉണ്ടാകും. ഇത്ര വലിയ ഡിപ്ലോയ്മെന്റിന് ശേഷം വെറും കൈയോടെ എന്തായാലും US തിരിച്ചു വരാൻ പോകുന്നില്ല. ഇത്തരത്തിൽ നമുക്ക് കാണാം ഭാരതത്തിന് മുമ്പിലുള്ള ഓയിൽ പർച്ചേസിംഗ് ഓപ്ഷൻസിനെ ഒന്നൊന്നായി US ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹോപ്പ്ഫുള്ളി ഒരു സ്മോൾ സ്കെയിൽ മിലിറ്ററി കോൺഫ്ലിക്റ്റ് ഒന്നും അവിടെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇനി ചൈനയും റഷ്യയും വെനിസ്വേലയെ സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി പരസ്യമായി കളത്തിലിറങ്ങിയാൽ പിന്നെ അവിടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും. ചൈന ഇതിനകം തന്നെ വെനിസ്വേലയെ പിന്തുണച്ചുകൊണ്ട് US-നെതിരെ പ്രതികരിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഉടൻ തന്നെ ഇനി റഷ്യയും വെനിസ്വേലയ്ക്ക് പിന്തുണ നൽകിക്കൊണ്ട് മുന്നോട്ട് വരുന്നതോടെ ഇവിടെ കാര്യങ്ങൾ കൂടുതൽ വഷളാകും. അങ്ങനെ സംഭവിച്ചാൽ ഒരു മിലിറ്ററി കോൺഫ്ലിക്റ്റ് ഇവിടെ ആരംഭിക്കുന്നതോടെ ഗ്ലോബൽ മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില കുത്തനെ ഉയരുകയും അതുമൂലം ഇൻഫ്ലേഷൻ പോലുള്ള മറ്റു പ്രശ്നങ്ങളും ലോകവ്യാപകമായി ഉണ്ടാകും. ഇതിൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം അത് തീർച്ചയായും രേഖപ്പെടുത്തുക. കണക്കുകൾ പ്രകാരം പലരും ഇന്നും വിശ്വസിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഓയിൽ റിസർവ് ഇപ്പോഴും വെനിസ്വേലയുടെ മണ്ണിനടിയിൽ ഒളിഞ്ഞു കിടക്കുകയാണ് എന്നാണ്. ഈ വിഷയത്തെ അല്പം കൂടി ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ട്രംപ് വെനിസ്വേലയെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഈ വീഡിയോ നിങ്ങളൊന്ന് കാണുക. Venezuela. How about we're buying oil from Venezuela? When I left, Venezuela was ready to collapse. We would have taken it over. We would have gotten all that oil. It would have been right there. ഇടയ്ക്കിടെ ട്രംപ് അങ്ങനെ ഒരു ഫ്ലോയിൽ സംസാരിക്കുമ്പോൾ അറിയാതെ തന്നെ സത്യങ്ങൾ വായിൽ നിന്ന് വീണു പോകും. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം അതെന്താണ്? അത് തീർച്ചയായും രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ആൻഡ് ഇന്റർനാഷണൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കാണും വരേക്കും ഏവർക്കും ജയ് ഹിന്ദ്.